Android programming. Dear students, in the last class we discussed about content providers. Android resources ഒരു പോർഷൻ ആയിരുന്നു കണ്ടന്റ് പ്രൊവൈഡർ. കണ്ടന്റ് ഇന്റേണലായിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം, ഇന്റേണലായിട്ട് എങ്ങനെ റിട്രീവ് ചെയ്യാം, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാം. അതിൽ 3 ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഇൻസെർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്. ഓക്കെ, ഇതിന് 3 യൂസ് ചെയ്യുന്ന ഫങ്ഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറഞ്ഞിരുന്നു ആൻഡ്രോയിഡ് കൾസർ, ഡാറ്റാബേസിലെ കണ്ടന്റ് ആക്സസ് ചെയ്യാനുള്ള കൾസറിലെ കുറെ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂവ് ടു ഫസ്റ്റ്, മൂവ് ടു ലാസ്റ്റ് എന്നിട്ട് ഈസ് ബിഫോർ ഫസ്റ്റ്, ഈസ് ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് പറയുന്ന ടോപ്പിക്കാണ് ആൻഡ്രോയിഡ് ഇൻഡന്റ്. ഇൻഡന്റ് ഇൻ ആൻഡ്രോയിഡ്. ജാവയിലൊക്കെ ഇൻസ്റ്റൻസ് കേട്ടിട്ടുണ്ടാവും. ഇൻസ്റ്റൻസ്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ that tells Android to perform. ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ ആ ഒരു ഫംഗ്ഷൻ റൺ ചെയ്യാൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു ആക്ഷൻ ഓക്കർ ചെയ്യുക, അതിനാണ് ഇന്റന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ ദാറ്റ് ടെൽസ് ആൻഡ്രോയിഡ് ടു പെർഫോം. ഒരു ആൻഡ്രോയിഡിലെ കോഡ്, ആ കോഡിന് ഓൾറെഡി സ്റ്റാറ്റിക് ആയിട്ട് കോഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കണ്ടന്റ്, ദാറ്റ് ഈസ് ഇൻവോക്ക് ചെയ്യാന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഇന്റന്റ് എന്ന് പറയുന്നത്. It is a messaging object that used to request an action from another application component. So messaging object ആണ് ഈ ഒരു കണ്ടന്റ്. മെസ്സേജിംഗ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് പാസ് ചെയ്യും, ഇവിടെ ഒരു മെസ്സേജ് വേറെ പാസ് ചെയ്യുന്ന അതാണ് മെസ്സേജിംഗ് ഒബ്ജക്ട് ദാറ്റ് യൂസസ് ടു റിക്വസ്റ്റ് ആൻ ആക്ഷൻ. ഏതെങ്കിലും ഒരു ആക്ഷൻ സംഭവിക്കാൻ വേണ്ടി റിക്വസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ പോക്ക് ചെയ്യാൻ കേട്ടില്ലേ? വെറുതെ ഇരിക്കുന്ന ഒരാൾ ഒന്നൊന്ന് പോക്കിയാണ് മീനിങ് എന്താ? തോണ്ട്. അതാണ് അതിന്റെ കറക്റ്റ് മീനിങ്. വെറുതെ ഒന്ന് പോക്കി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പൊ സ്റ്റാറ്റിക് ആയിട്ടുള്ള കോഡുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, സ്റ്റാറ്റിക് കോഡുകൾ. ആ കോഡ് ഒന്ന് റണ്ണിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള കോഡുകൾ ഒന്ന് പോക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മെസ്സേജ് വെച്ച് ഒന്ന് ചെയ്യാം, ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പൊ അതെന്ത് ചെയ്യും? ആക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് റണ്ണിങ് ചെയ്യും. അത് ഡൈനാമിക് ആയ കോഡ് ആയിരിക്കും. ഓൾറെഡി അത് സ്റ്റാറ്റിക് കോഡ് ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സിൽ വർക്കിംഗ് ആയിരിക്കും, പക്ഷെ അത് ആക്റ്റീവ് ആയിരിക്കില്ല. അത് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കൺസെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഇന്റന്റ് എന്ന ഓപ്ഷൻ. ഓക്കെ, അത് ഒരു ആപ്ലിക്കേഷൻ വേറെ ആപ്ലിക്കേഷൻ ആക്കാം, സെയിം ആപ്ലിക്കേഷൻ അകത്തുനിന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റ് ആകാം. ഇങ്ങനെ സ്റ്റാറ്റിക് കോഡുകൾ ഡൈനാമിക്കലി റൺ ചെയ്ത് പോകുന്നുണ്ടാവും, അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്റന്റ്. ഓക്കെ, ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ബിറ്റ്വീൻ കമ്പോണൻസ് ഇൻ സെവറൽ വേസ്. ബിറ്റ്വീൻ കമ്പോണൻസ്, മൾട്ടിപ്പിൾ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ അകത്തുള്ള കമ്പോണൻസിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അകത്ത് വേറൊരു ആപ്ലിക്കേഷനുമായി, അതാണ് ഇവിടെ അനദർ ആപ്ലിക്കേഷൻ കമ്പോണന്റ് ആണ്. ഈ 2 രൂപത്തിലും വർക്ക് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ടിങ് ആൻഡ് ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യണമെങ്കിൽ, അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്റന്റ് യൂസ് ചെയ്യാം. അത് ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ അകത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അകത്ത് നിന്ന് വേറൊരു ആപ്ലിക്കേഷൻ കണ്ടന്റ് അതിലുള്ള ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളൊരു യൂണിവേഴ്സിറ്റിന്റെ മാപ്പ്, യൂണിവേഴ്സിറ്റിന്റെ സെർച്ച് ചെയ്തു, യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയിലോട്ട് ട്രാവൽ ചെയ്യാനുള്ള നമുക്ക് ഡയറക്ഷൻ അറിയണം. അപ്പൊ ജസ്റ്റ് അവിടെ കാണാൻ പറ്റും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വരുന്നോട് തന്നെ ആ ബ്രൗസർ വിൻഡോയിൽ നമുക്ക് കാണാൻ കഴിയും ഡയറക്ഷൻ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് ആപ്ലിക്കേഷൻ നിന്നുകൊണ്ട് വേറൊരു ആപ്ലിക്കേഷൻ ഓൺ ആയി വരും. ഏത് ആപ്ലിക്കേഷൻ? മാപ്പ് ആപ്ലിക്കേഷൻ ഓൺ ആയി വരും. അതിൽ മാപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്യണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തി ആ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് ഇവിടെ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ മാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരികയും അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അഡ്രസ് ഓപ്പൺ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ റൂട്ട് മാപ്പ് കാണിക്കും, എങ്ങനെയാണ് ട്രാവൽ ഡയറക്ഷൻ കാണിക്കും കറന്റ് ലൊക്കേഷനിൽ നിന്ന്. സോ അതൊരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റി ഓപ്പൺ ആക്കി വരുന്നു അല്ലെ? അപ്പൊ വേറൊരു ആക്ടിവിറ്റിനകത്തുള്ള കണ്ടന്റ് ആണ് ഇവിടുന്ന് ആക്സസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി അതിന് ഇന്റന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വേറെ സ്റ്റാർട്ടിങ് എ സർവീസ്. ഇവര് സർവീസ് ആണ് ആക്സസ് ചെയ്യുന്നത്, ആക്ടിവിറ്റിക്ക് പകരം ഒരു സർവീസ് ആണ്. സർവീസിന് ഉദ്ദേശം എന്തായിരുന്നു? ഇപ്പോ ഫയൽ ഷെയറിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, എക്സെൻഡർ, അതുപോലെ ഷെയർ ഇറ്റ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ബൈ ഡീഫോൾട്ട് അല്ലെങ്കിൽ എല്ലാ ഡിവൈസിനും ഷെയർ ഇറ്റ് അല്ലെങ്കിൽ എക്സെൻഡർ ഒക്കെ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? വൈഫൈ ഓൺ ആയി വരും അല്ലെ? വൈഫൈ ഓൺ ആയി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ പല ഡിവൈസിലും ഹോട്ട്സ്പോട്ട് ആയിരിക്കും. അപ്പൊ രണ്ടും ഇത് ഓൺ ആയി വരും, അത് സർവീസ് ആണ്. അതുപോലെ മാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇത് വരും, GPS ഓൺ ആയി വരും. അപ്പൊ അത് ചെയ്യുന്നതും ഈ ഇന്റന്റിന്റെ വർക്കാണ്. തേർഡ് വൺ, ഡെലിവറിങ് എ ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റ് കേട്ടിട്ടുണ്ടാവില്ലേ? ഒന്നിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്, റേഡിയോ ബ്രോഡ്കാസ്റ്റ് കേട്ടില്ലേ? അപ്പൊ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒന്നിച്ച് ഡെലിവറി ചെയ്യുന്ന കണ്ടന്റാണ് എന്ത് പറയാ? ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് കിട്ടാൻ. നമ്മൾ മെസ്സേജ് ഒക്കെ ഒരുമിച്ച് അയക്കാറുണ്ട്
അല്ലെ വാട്സപ്പിലായാലും അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷനിലൊക്കെ ആയാലും ഒരു മെസ്സേജ് നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് സെൻഡ് ചെയ്യാം ഒരേ സമയം. സോ അങ്ങനെ കണ്ടന്റ് യൂസ് ചെയ്യുന്നത് ഇതാണ് ഈ ഒരു ഇന്റലിജന്റ് ഓപ്ഷൻസ് വരുന്നതാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കണ്ടന്റ്. അപ്പോൾ അത് സ്റ്റാറ്റിക് കോഡുകളായിരിക്കും. ഈ സ്റ്റാറ്റിക് കോഡുകളെല്ലാം ഡൈനാമിക്കലി റണ്ണിങ് ആയിരിക്കും. പക്ഷെ അത് ആക്റ്റീവ് ആയിട്ടുണ്ടാവില്ല. ഈ ആക്റ്റീവ് ആയി ചെയ്യുന്ന എങ്ങനെയും ഇൻവോക്ക് ചെയ്യും. സോ മെസ്സേജിങ് ഒബ്ജക്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. ഇത് റിക്വസ്റ്റ് ആണ്. എന്ത് റിക്വസ്റ്റ് ആണ്? ആ ഒരു ആക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടില്ല. ഒരു ആക്ഷൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ വർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ആൻ ആക്ഷൻ ഫ്രം അനദർ ആപ്പ് കമ്പണൻസ്. ഒരു ആപ്പിന്റെ അനദർ ആപ്പ് മാത്രമല്ല, സെയിം ആപ്പിന്റെ അകത്തുനിന്നും ഇത് വർക്ക് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻവോക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്പണൻസ്. ഇവിടെയാണ് പറഞ്ഞത് എക്സ്റ്റേണൽ കമ്പണന്റ് ആണ് ഈ ഒരു കേസ് പറഞ്ഞത് ഇവിടെ കണ്ടോ. അത് കറന്റ് ആപ്ലിക്കേഷനിൽ നിന്ന് വേറൊരു ആപ്ലിക്കേഷനിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. വേറൊന്ന് സെയിം ആപ്ലിക്കേഷനകത്ത് നിന്ന് ഇതുപോലെ ഇൻവോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഓപ്ഷനാണ് ഈ സെയിം ആപ്ലിക്കേഷനകത്ത് നമുക്ക് വാട്സാപ്പിലൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്ന കണ്ടന്റ് പറഞ്ഞല്ലേ. ഒരു മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ആളുകൾക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യും. 5 പേർക്ക് ഇപ്പൊ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരുവിധം. അതിന് കൂടുതൽ സെൻഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരേ മെസ്സേജിന് മൾട്ടിപ്പിൾ ആളുകൾക്ക് നമ്മൾ സെൻഡ് ചെയ്യാം. ഇപ്പൊ ബ്രോഡ്കാസ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നത് ഡെലിവറി ബ്രോഡ്കാസ്റ്റിന്റെ കണ്ടന്റ് ആണ്. ഇതാണ് യൂസ് ചെയ്യുന്നത് അവിടെ. സോ അത് സെയിം ആപ്ലിക്കേഷനകത്ത് കണ്ടന്റ് ആണ്. ചില കണ്ടന്റുകൾ വേറൊരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ ആക്സസ് ചെയ്യും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഗൂഗിൾ മാപ്പ് യൂണിവേഴ്സിറ്റിന്റെ ഡയറക്ഷൻ. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ യൂസ് ചെയ്യാനാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ, അത് വേറെ ഒന്ന് എക്സ്റ്റേണൽ. ഇന്റേണൽ യൂസ് ചെയ്യുന്നതും ഒന്ന് എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന കണ്ടന്റ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ആക്ടിവിറ്റീസ്, സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, ദെൻ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എക്സെട്ര. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇവിടെ പറഞ്ഞ കണ്ടന്റുകൾ ഇത് സർവീസസ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ യൂസ് ചെയ്യുന്ന നോക്കിയേ, കാലണ്ടർ നോട്ടിഫിക്കേഷൻ. കാലണ്ടർ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻസ് കൊടുക്കാറുണ്ട് കാലണ്ടറിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്ക് നടക്കുന്നുണ്ട്, ആ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ മാരേജ് ഫംഗ്ഷൻ, അതുപോലെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് ഒരു മീറ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഡേറ്റ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ആ ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അവിടെ അലാം സെറ്റ് ചെയ്യും, അലാം വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് നോട്ടിഫിക്കേഷൻ വരും. അത് ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കോഡ് ഓൾറെഡി നമ്മൾ ടൈപ്പ് വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു കോഡ് അത് ഗ്രാഫിക്സിലാണ്, യൂസർ ഇന്റർഫേസിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ. അതായത് നമ്മൾ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഡേറ്റ് സെറ്റ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഒരു മാരേജ് ഉണ്ട്, ആ ഒരു ഡേറ്റ് പിക്ക് ചെയ്തിട്ട് ആ ഡേറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് സേവ് ചെയ്യും. ഈ സേവ് ചെയ്യുമ്പോൾ ആക്ച്വലി ഡാറ്റാബേസിൽ ഒരു ഫയൽ ക്രിയേറ്റ് ആവാണ്, പുതിയതൊരു ഫയൽ ക്രിയേറ്റ് ആവാണ്. അപ്പൊ ആ ക്രിയേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത അന്ന് മുതൽ അത് റണ്ണിങ് ആണ്. സ്റ്റാറ്റിക് ആയ കോഡുകൾ ആ സമയം മുതൽ എപ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്ത മുതൽ ആ ഫയൽ റണ്ണിങ് ആണ്. പക്ഷെ ഡൈനാമിക് ആണ്, ആക്റ്റീവ് അല്ല. അപ്പൊ ആ ടൈം ഇപ്പൊ ഈ ഗൂഗിളിൽ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കലണ്ടറിൽ സെറ്റ് ചെയ്ത് വെച്ച ആ ടൈം ആകുന്നതോടുകൂടെ അതെന്ത് ചെയ്യും, ഈ ഒരു ഇന്റന്റ് വെച്ചിട്ടത് ആക്ടിവേറ്റ് ചെയ്യും. സോ അതാണ് പറഞ്ഞത് ആക്ഷൻ ദാറ്റ് ഈസ് ആൻഡ്രോയിഡ് ടു പെർഫോം ടു ആക്ഷൻ. ഒരു ആക്ഷൻ സംഭവിക്കാൻ വേണ്ടിയുള്ള കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയുള്ള ആക്ഷൻ ആണ്. അത് ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് അത് വർക്ക് ചെയ്യും. സോ അപ്പോൾ ആ കൂടെ എന്തായി, ആക്റ്റീവായി. അതുവരെ ഡൈനാമിക് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് എക്സാമ്പിൾ ആയിട്ടാണ് കലണ്ടർ നോട്ടിഫിക്കേഷൻ. അതേ കൺസെപ്റ്റിന് റൈസ് അലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ടൈം ആകുമ്പോഴാണ് അത് അലാം അടിക്കുക. ഓക്കെ, അപ്പൊ അതിനും ഇതെന്താണ് ഇന്റന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നോട്ടിഫിക്കേഷൻസ്, നമ്മൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ എല്ലാ എക്സാമ്പിൾസും ഇതുപോലെയുള്ള കണ്ടന്റ് ആണ് വരുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ അവൈലബിൾ ഇന്റൻസ്, നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഏതൊക്കെയാണ് ഇന്റൻസ് നമുക്ക് നോക്കാം. A browser application to open a browser window. ഒരു ആപ്ലിക്കേഷനകത്ത് നിന്ന് അതേ ആപ്ലിക്കേഷൻ ഇന്റർനെറ്റ് വർക്ക് ചെയ്യാൻ. A browser application to open browser window. ആ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറന്റ് വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്ക് ആ ബ്രൗസറിനകത്ത് തന്നെ വേറൊരു പേജ്, വേറൊരു ആക്ടിവിറ്റി നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ഗൂഗിളിന്റെ ഫോണിലൊക്കെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നെക്സ്റ്റ് പേജ് നമ്മൾ ഓപ്പൺ ആക്കാറുണ്ട്. ആ വിൻഡോയിൽ തന്നെ വേറൊരു പേജ് നമ്മൾ ഓപ്പൺ ആക്കാറുണ്ട് അല്ലെ. അപ്പൊ 2 പേജ് നമ്മൾ ഓപ്പൺ ആയി കിട്ടും. അങ്ങനെ മാക്സിമം ഒരുപാട് പേജ് നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പൊ അങ്ങനെയുള്ള ഓപ്പൺ ചെയ്യുന്ന കണ്ടന്റുകളെല്ലാം ഇന്റന്റുകളായിട്ടാണ് ടു ഓപ്പൺ എ ബ്രൗസർ. അത് ഇന്റേണലി ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് അതേ ആപ്ലിക്കേഷനകത്ത് തന്നെ. ആൻ ആപ്ലിക്കേഷൻ ടു കോൾ എ ടെലിഫോൺ നമ്പർ. ഒരു ടെലിഫോൺ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിച്ച് കോൾ ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടു കോൾ ചെയ്യാം ടെലിഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുന്നതും ഒരു ആപ്ലിക്കേഷൻ ഇന്റന്റ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. An application to present a phone dialer so the user can enter the number and make a call through UI. നമ്മൾ ഫോൺ ഡയലർ ഉപയോഗിച്ചിട്ട്, ഫോൺ ഡയലർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുന്ന കീപ്പർ ഉണ്ടല്ലോ, അത് ഫോൺ ഡയലർ, ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ. അവിടെ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് യൂസർ ക്യാൻ എൻ്റർ ദ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം
മേക്ക് എ കോൾ ത്രൂ UI. ജസ്റ്റ് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. UI എന്ന് പറഞ്ഞാൽ യൂസർ ഇന്റർഫേസ് വഴി. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറ് സാധാരണ. ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. ഡയലർ ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യണം, ആ നമ്പർ ടൈപ്പ് ചെയ്ത് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന പല മെത്തേഡുണ്ട്. ഇതിന് ശേഷം നമുക്ക് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാറുണ്ട്. A mapping application using latitude and longitude coordinates. സാധാരണ മാപ്പിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്താറ്. ശരിക്കും എന്ത് വേണം, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ടൈപ്പ് ചെയ്ത ശേഷം ആ കോർഡിനേറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ കിട്ടും. സോ ആ മാപ്പിംഗ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഇന്റന്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, then a detailed mapping application that can show Google Street View. പുതിയ ടെക്നോളജികൾ കണ്ടിട്ടുണ്ടാവും. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ, കറക്റ്റ് ആയിട്ട് ആ സ്ട്രീറ്റ് നമുക്ക് അത് ഗൂഗിൾ മാപ്പിൽ വെച്ച് കാണാൻ കഴിയും. അത് ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ സ്ട്രീറ്റ് വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അത് മാപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്റന്റ്, ആ ഇന്റന്റിന്റെ കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് മാപ്പ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആ ഇന്റന്റ് ഉദ്ദേശം പറയാൻ കാരണം ഏതൊരു ആപ്ലിക്കേഷനിലും മൂന്ന് കണ്ടന്റ് ആണ് പറഞ്ഞത്, സർവീസും ബ്രോഡ്കാസ്റ്റും അതുപോലെ ആക്ടിവിറ്റിയും. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. ഏതൊരു ആപ്ലിക്കേഷനിലും ഇത് എന്തായാലും ഉണ്ടായിരിക്കുക കാര്യങ്ങളല്ല. ഒരു ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജിന് വേണ്ടിയിട്ടും. അപ്പൊ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടന്റ് ഇന്റന്റ് ആണ്. ഏത് ആപ്ലിക്കേഷനിലും അത് നിർബന്ധമാണ്, വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഇന്റന്റ്. ഇന്റന്റ് ടൈപ്സ്, രണ്ട് ടൈപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്തിൻ ദ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷന്റെ അകത്ത് തന്നെ വർക്ക് ചെയ്യുന്ന കണ്ടന്റ് എക്സ്പ്ലിസിറ്റ് ഇന്റന്റ് എന്ന് ഉദ്ദേശിച്ചത്. വി ക്യാൻ കണക്ട് വൺ ആക്ടിവിറ്റി ടു അനദർ. ഒരു ആപ്ലിക്കേഷന്റെ അകത്ത് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറെ ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മുമ്പ് പറഞ്ഞു വിൻഡോ എന്ന കൺസെപ്റ്റാണ് ആക്ടിവിറ്റി പറയുന്നത്. നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഒരു വിൻഡോ, യൂസർ ഇന്റർഫേസ്, യൂസർ കാണുന്ന വിൻഡോയിൽ ഓപ്പൺ ആയി വരുന്ന ഒരു കണ്ടന്റ്, ഒരു പേജ്, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജ് ലോഡ് ചെയ്ത് വരും. അങ്ങനെ വരുന്നതിനാണ് ഓരോന്നും ആക്ടിവിറ്റി നമ്മൾ പറയാറ്. സാധാരണ നമ്മൾ വിൻഡോ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ, ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ പറയുന്നത് വിൻഡോ എന്നാ പറയുന്നത്. ഈ വിൻഡോ എന്ന രൂപത്തിലുള്ള കൺസെപ്റ്റ് ആണ് ആൻഡ്രോയിഡ് ഡിവൈസിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു പേജ് ലേഔട്ട്, ആ പേജ് മാറി വേറൊരു പേജ് ഓപ്പൺ ആയി വരുമ്പോൾ അതെന്തായിരിക്കും, അത് വേറൊരു ആക്ടിവിറ്റി. അപ്പൊ ആ കറന്റ് ആപ്ലിക്കേഷനിൽ തന്നെയുള്ള ആക്ടിവിറ്റികളാണ് ഈ പറയുന്നത്. കണക്ട് വൺ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി വേറൊരു ആക്ടിവിറ്റി കണക്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം, ആക്ടിവിറ്റി ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓപ്പൺ, സ്റ്റാർട്ടിങ് ആൻഡ് ആക്ടിവിറ്റി എന്ന കണ്ടുകൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞാണ് എക്സ്പ്ലിസിറ്റ് ഇന്റന്റ് എന്ന് പറയുന്നത്. ദ ക്യാരീസ് എ കമ്പോണന്റ് നെയിം വിത്ത് ഇറ്റ്. അപ്പൊ അത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ കമ്പോണന്റ് നെയിം ഉണ്ടായിരിക്കും. ഏത് കമ്പോണന്റ് വെച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ നെയിമും കൂടെ പറഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുക. കാരണം കണക്ഷൻ വേണമല്ലോ, ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ വേണം. അതിനാണ് കമ്പോണന്റ് നെയിം ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റന്റ് ഐ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഇന്റന്റിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഐ ഈസ് ഈക്വൽ ടു ന്യൂ ഇന്റന്റ് ഓഫ് ഫസ്റ്റ് ആക്ടിവിറ്റി ഡോട്ട് ദിസ്. ഈ ദിസ് ഉണ്ടല്ലോ, കറന്റ് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ദിസ് ഉപയോഗിക്കുക. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നിന്ന് സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്, രണ്ടാമത്തെ ആക്ടിവിറ്റി ക്ലാസ് റൺ ചെയ്യിപ്പിക്കുക. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നിന്ന് സെക്കൻഡ് ആക്ടിവിറ്റി റൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി രണ്ടാമത്തെ സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ് അത് ഓപ്പൺ ആയി വരും. ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ആക്ടിവിറ്റി ഓപ്പൺ ആക്കണമെങ്കിലോ, അപ്പൊ ഇവിടെ വരും സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ദിസ് ഫസ്റ്റ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് സ്റ്റാർട്ട് ആക്ടിവിറ്റി. അപ്പൊ ആക്ടിവിറ്റി അവിടെ ഓപ്പൺ ആയി വരും. സർവീസ് ഓക്കെ, ക്ലിയർ അല്ലേ? അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഇന്റന്റ്, എക്സ്പ്ലിസിറ്റ് ഇന്റന്റ്. ദെൻ ഇംപ്ലിസിറ്റ് ഇന്റന്റ്, സെക്കൻഡ് വൺ. ടൈപ്സ് ഓഫ് ഇന്റന്റ് രണ്ടാമത്തെ ഓപ്ഷൻ ഇംപ്ലിസിറ്റ് ഇന്റന്റ്. യൂസർ ടു ആക്ടിവേറ്റ് കമ്പോണൻസ് ഇൻ അനദർ ആപ്ലിക്കേഷൻ. അതർ ആപ്ലിക്കേഷൻ, അതായത് വേറൊരു ആപ്ലിക്കേഷനിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ, രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ടാകും, രണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കേസ് തന്നെ സിംഗിൾ ആപ്ലിക്കേഷൻ ആയിരുന്നു. വിത്തിൻ ദ ആപ്ലിക്കേഷൻ, ഇത് കണ്ടിട്ട് വിത്തിൻ ദ ആപ്ലിക്കേഷൻ. ഇവിടെ വരുന്ന കേസ് എന്തായിരുന്നു, ഇൻ അനദർ ആപ്ലിക്കേഷൻ. കറന്റ് ആപ്ലിക്കേഷനിൽ നിന്ന് വേറൊരു ആപ്ലിക്കേഷനിലെ ആക്ടിവിറ്റി അല്ലെങ്കിൽ സർവീസ് അതല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് അത് ആക്സസ് ചെയ്യുക. ഓക്കെ, ദ ഡസന്റ് ക്യാരി കമ്പോണന്റ് നെയിം. കമ്പോണന്റ് നെയിം ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട്, ബട്ട് റിലീസ് ഓൺ അനദർ പാർട്ട് സച്ച് ആസ് ആക്ഷൻ ആൻഡ് ഡാറ്റ. എന്താണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതിന്റെ, മാത്രമല്ല അതിന്റെ കൂടെയുള്ള ഡാറ്റയും ആക്സസ് ചെയ്യണം വേറൊരു ആപ്ലിക്കേഷന്റെ. അപ്പൊ നമുക്ക് നേരത്തെ ഗൂഗിളിന്റെ ഒരു ഓപ്ഷൻ പറഞ്ഞു, ഗൂഗിൾ മാപ്പിന്റെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ശേഷം ഡയറക്ഷൻ ക്ലിക്ക് ചെയ്തു. അത് ബ്രൗസർ തന്നെ ക്ലിക്ക് ചെയ്ത ഡയറക്ഷൻ. അപ്പൊ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പൺ ആയി വന്നത് ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞ വേറൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് വന്നപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സെർച്ച് ബാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്തിട്ട് ആ വന്ന ആപ്ലിക്കേഷൻ ഡയറക്ഷൻ ഇതും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
അല്ലെ? സാധാരണ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്യും. ആ വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്ന ഒരു വിൻഡോ വരും മാപ്പിൽ. ആ വിൻഡോ വന്നതിന് ശേഷം അവിടെ താഴെ ഡയറക്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ഡയറക്റ്റ് നമ്മുടെ കറന്റ് ലൊക്കേഷനിൽ നിന്ന് ആ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള ഡയറക്ഷൻ അവിടെ കാണിച്ചു തരും. അപ്പൊ രണ്ട് തവണ നമ്മൾ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നു. കാരണം ഫസ്റ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യണം, അതിനുശേഷം ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യും വേണം. ഈ രണ്ട് ആക്ഷൻ അവിടെ സംഭവിക്കണം. പക്ഷെ ഇവിടെ ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്തതിനു ശേഷം അതിൽ വന്ന മെസ്സേജിൽ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആയി വരികയും അവിടെ രണ്ട് ഓപ്ഷൻ നമ്മൾ ഓട്ടോമാറ്റിക് സംഭവിച്ചിട്ടുണ്ടാവും. ഒന്ന് സെർച്ച് ചെയ്യുന്ന ഓപ്ഷനും വേറെ ഒന്ന് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുന്നതും. ഇത് രണ്ടും വർക്ക് ചെയ്തതിനു ശേഷമാണ് എന്താണ് ആ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. കമ്പോണന്റ് നെയിം ആക്സസ് ചെയ്യില്ല, പക്ഷെ എന്ത് വരും? റിലേസ് ചെയ്യുന്നത് ഏതൊക്കെയാ റിലേ ചെയ്യുന്നത്? ആക്ഷനും അതുപോലെ ഡാറ്റയും. ഡാറ്റ എന്നുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് ഡാറ്റ. അവിടെ ആക്ഷൻ എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇന്റന്റ് റീഡ് വൺ ഇസ് ഈക്വൽ ടു ന്യൂ ഇന്റന്റ്. ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു റീഡ് വൺ ഡോട്ട് സെറ്റ് ആക്ഷൻ ഒക്കെ ചെയ്യണം. ഏതാണ്? ആൻഡ്രോയിഡ് ഡോട്ട് കണ്ടന്റ് ഡോട്ട് ഇന്റന്റ് ആക്ഷൻ വ്യൂ. എന്താണ് വ്യൂ ചെയ്യേണ്ട ആക്ഷൻ? അതാണ് ഇവിടെ ആക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഗൂഗിൾ മാപ്പ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ആക്സസ് ചെയ്ത് വെക്കുക. അതിൽ ആക്സസ് ചെയ്യുന്ന കണ്ടന്റ് ഏത് ആക്ഷൻ? ഡയറക്ഷൻ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തിട്ട്. അതാണ് ഇവിടെ ആക്ഷൻ ആയിട്ട് വരിക. then റീഡ് വൺ ഡോട്ട് സെറ്റ് ഡാറ്റ. ഇത് ആക്ഷൻ, ഇത് ഡാറ്റ. ഡാറ്റ ഏതായിരുന്നു? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആണ് ഡാറ്റ. കോണ്ടാക്ട് ഡോട്ട് കണ്ടന്റ് URL. ഇത് കോണ്ടാക്ട് ആണ് ആക്സസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഈ എക്സാമ്പിളിൽ കോണ്ടാക്ട് ആണ് ആക്സസ് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ ഇത് കോണ്ടാക്ട് അല്ലെങ്കിൽ മാപ്പ് എന്ന് വരിക. മാപ്പ് ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരിക. ഇവിടെ ഒരു നമ്മൾ കോണ്ടാക്ട്സിൽ വരെ ക്ലിക്ക് ചെയ്യുന്നത് കോണ്ടാക്ട്സ് എന്ന കണ്ടന്റ്. കാരണം നമ്പർ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഗൂഗിൾ ഒരു URL ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് നമ്പർ കണ്ടു, ഫോൺ നമ്പർ, അത് നമ്മൾ സേവ് ചെയ്യണം. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോണ്ടാക്റ്റിൽ നമുക്ക് സേവ് ചെയ്യാൻ ഓപ്ഷൻ വരും. അല്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്യാൻ വിചാരിക്കുക. അപ്പൊ ആ ഒരു നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയലർ ബോക്സ് ഓപ്പൺ ആയി വരും. അപ്പൊ ഗൂഗിൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് ആ ബ്രൗസറിൽ നിന്ന് നമ്മുടെ ഫോൺ ഡയലർ ഓപ്പൺ ആയി വരും, കോൾ ചെയ്യുന്ന ഓപ്ഷൻ. അപ്പൊ അത് വെവ്വേറെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? കോണ്ടാക്ട് ഡോട്ട് കണ്ടന്റ് URI എന്ന് ഉദ്ദേശിച്ച് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ. അത് ഇവിടെ ഫോൺ നമ്പർ ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താ? സ്റ്റാർട്ട് ആക്ടിവിറ്റി റീഡ് വൺ. സ്റ്റാർട്ട് ആക്ടിവിറ്റി റീഡ് വൺ എന്ന് പറഞ്ഞാൽ ആ ഫോൺ ഡയലർ ബോക്സ് ഓപ്പൺ ആയി വരും. നേരത്തെ കേസിലാണെങ്കിൽ ആ മാപ്പ് ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഇന്റന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ടൈപ്പ് ഇന്റന്റ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സ്പ്ലോറിംഗ് ഇന്റന്റ് കോമ്പോസിഷൻ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 4 ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇന്റന്റിനെ ഇൻവോക്ക് ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് പറയാം. ഓക്കെ, ഒന്ന് ഡാറ്റ URI എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏതിനും URI എന്നുള്ള കണ്ടന്റ് പറയാറില്ല. URI എന്ന് ഉദ്ദേശിച്ചത് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ. ആർക്കും ഏത് സമയം എങ്ങനെയും ആക്സസ് ചെയ്യാൻ പറ്റുന്ന യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞു. മേക്ക് എ കോൾ ഫ്രം ഡയലർ. നമ്മൾ ഫോൺ ചെയ്യുന്ന ഒരു കണ്ടന്റ് പറയുന്നു. വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ ആണ്. മേക്ക് എ കോൾ ഫ്രം ഡയലർ ഉദ്ദേശിച്ചത് നമ്മുടെ ഫോണിൽ നമ്മൾ കീപാഡ് ഉണ്ടല്ലോ, ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയ, അതാണ് ഡയലർ എന്ന് പറഞ്ഞത്. നമ്മളെ കോൾ ബട്ടന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും, അത് ആ ഒരു ആപ്ലിക്കേഷൻ ഡയലർ എന്നാണ്. ശരിക്കും നമ്മൾ അതാണ് വർക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആയി വരുന്ന ആ ഒരു കണ്ടന്റിൽ നമ്പർ ടൈപ്പ് ചെയ്യുക, കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മേക്ക് എ കോൾ ഫ്രം ഡയലർ. അതാണ് URI. അങ്ങനെ ലോകത്തിലെ എല്ലാവർക്കും നമ്പർ, ഒരാൾക്കില്ല നമ്പർ വേറെ ആൾക്ക് ഉണ്ടാവില്ലല്ലോ, അതാണ് കോമൺ ആയിട്ട് ആക്സസ് ചെയ്യുന്നത്. അതാണ് URI എന്ന് ഉദ്ദേശിച്ചത്. സോ അങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ് ഈ ഒരു മേക്ക് എ കോൾ ഫ്രം ഡയലർ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, ജനറിക് ആക്ഷൻ. നമ്മൾ കോമൺ ആയി ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ജനറിക് ആക്ഷൻ. നോക്കി, കോൾ ഫ്രം റീസെന്റ് കോൾസ്. നമ്മൾ സാധാരണ വിളിക്കുന്നതായിരിക്കും റീസെന്റ് കോൾ എന്ന്. നമുക്ക് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് കാണാൻ പറ്റും? റീസെന്റ് കോൾസ് ആണ് ആദ്യം കാണുക. അതിൽ ഏതൊക്കെ ഉണ്ടായിരിക്കും? ഇൻകമിംഗ് കോൾസ് ഉണ്ടായിരിക്കും, അതുപോലെ ഔട്ട് ഗോയിങ് കോൾസ് ഉണ്ടാവും, മിസ്ഡ് കോൾസ് ഉണ്ടായിരിക്കും. അപ്പൊ മിക്കവാറും നമ്മൾ വിളിക്കുന്ന നമ്പറൊക്കെ ഈ ഒരു കോൾ ഹിസ്റ്ററി നോക്കിയിട്ടായിരിക്കും വിളിക്കുക. കോൾ ഫ്രം റീസെന്റ് കോൾസ്. ഓക്കെ, അതുപോലെ തേർഡ് വൺ നോക്കിയ യൂസിങ് എക്സ്ട്രാ ഇൻഫർമേഷൻ. ഇത് യൂസ് ചെയ്യുന്നത് കോൾ ഫ്രം വെബ് പേജ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് ബ്രൗസർ ഓപ്പൺ ആകുമ്പോൾ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ വന്ന ആ ഒരു നമ്പേഴ്സ് ഉണ്ടാവും, കോണ്ടാക്ട് നമ്പർ, ആ നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഡയലർ ആണ് ഓപ്പൺ ആയി വരിക, എന്നിട്ട് കോൾ പോകും. അപ്പോൾ അത് എക്സ്ട്രാ ഇൻഫർമേഷൻ അവിടെ നിന്ന് ആക്സസ് ചെയ്യും. വേറെ പുറത്തുനിന്ന് ആ നമ്പർ അവിടെ നിന്ന് ആക്സസ് ചെയ്ത ശേഷം നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് കോൾ വിളിക്കാം. ഓക്കെ, വേറൊന്നാണ് യൂസിങ് കമ്പോണൻസ് ടു ഡയറക്ട്ലി ഇൻവോക്ക് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി ഡയറക്റ്റ് ഇൻവോക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോൾ ഫ്രം കോണ്ടാക്ട്സ്. ശരിക്കും ഇത് നമ്മുടെ ഫോണിലെ കോണ്ടാക്ട്സ് ഒരുപക്ഷെ ഒരാളും കോണ്ടാക്ട്സ് ഓപ്പൺ ആക്കി ഉണ്ടാവില്ല. നമ്മൾ സാധാരണ വിളിക്കുന്ന ആളുകളെല്ലാം ഈ രൂപത്തിലുള്ള റീസെന്റ് കോൾസും അതുപോലെ ഇതിലുള്ള കോൾസും യൂസ് ചെയ്യാറ്. കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ശേഷം അതിൽ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോൾ ചെയ്യാം.
ഈ 4 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. വളരെ സിമ്പിൾ ആയ ഒരു ആപ്ലിക്കേഷന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഓക്കെ, ഡാറ്റ URI, generic action using extra information using components to directly invoke an activity. Clear അല്ലേ? And next one, okay, pending intents. Pending പേര് പോലെ തന്നെ പെൻഡിങ് ഇന്റന്റ് ആണ്. ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് ഇന്റന്റ്. ഒരു നോർമൽ ഇന്റന്റ് ആണ്, പക്ഷെ അതിന് പെൻഡിങ് ആയിട്ടാണ് ഇന്റന്റ്. ചില പെൻഡിങ് ആയിട്ട് വെക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡിമാൻഡ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അത് ആക്സസ് ചെയ്യാൻ വർക്ക് ചെയ്യിപ്പിക്കും. യൂസർ പെർഫോം ആൻ ആക്ഷൻ വിത്ത് ദ നോട്ടിഫിക്കേഷൻ. നേരത്തെ നോട്ടിഫിക്കേഷൻ കേസ് പറഞ്ഞ ആ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. യൂസർ നോട്ടിഫിക്കേഷൻ, കാലണ്ടർ നോട്ടിഫിക്കേഷൻ, അതുപോലെ ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ, അലാം നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കണ്ടന്റിലൊക്കെ വരും. പെർഫോം ആൻ ആക്ഷൻ വിത്ത് ദ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്, പക്ഷെ ഇപ്പൊ അത് വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല, പിന്നീടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ആ ടൈം അതുപോലെ ആ ഒരു ഡേറ്റും ടൈമും എത്തുന്നതോടെ എന്ത് ചെയ്യും, ആ അലാം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ വരും. യൂസർ പെർഫോം ആൻ ആക്ഷൻ വിത്ത് ദ ആപ്പ് വിഡ്ജറ്റ് അല്ലെ. നമ്മൾ ആപ്പ് വിഡ്ജറ്റിലാണ് നോട്ടിഫിക്കേഷൻ റൈസ് ചെയ്ത് വരിക. ഇറ്റ് ഈസ് എ കമ്പോണന്റ് ടു സ്റ്റോർ ആൻഡ് ഇന്റന്റ് ഫോർ ഫ്യൂച്ചർ യൂസ്. ആ ഇന്റന്റ് എപ്പോഴാണ് വർക്ക് ചെയ്യുക, ഫ്യൂച്ചർ യൂസിലാണ് വർക്ക് ചെയ്യുക. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടന്റ് അല്ല. അപ്പൊ നമുക്ക് അലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്നൂസ് ആണ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. നമുക്കത് സെറ്റ് ചെയ്യാൻ വെക്കും ടൈം ഒക്കെ. അപ്പൊ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു കണ്ടന്റുകളെല്ലാം. അപ്പൊ അതിനുള്ള സ്റ്റോർ ആൻഡ് ഇന്റന്റ് ഫോർ ഫ്യൂച്ചർ യൂസ്. സാധാരണ മറ്റുള്ള കണ്ടന്റുകളൊക്കെ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് 2 ടൈപ്പ് ഇന്റന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അപ്പോഴും വർക്ക് ചെയ്യാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ പെൻഡിങ് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി സ്റ്റാറ്റിക് ആയിട്ടുള്ള കോഡുകളെ ഡൈനാമിക് ആയിട്ട് മാറ്റി വെക്കും. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഡൈനാമിക് ആയിട്ട് മാറും. കൂടെ ഓൾറെഡി സ്റ്റാറ്റിക് ആയിരിക്കും. നമ്മളത് ഈ ഒരു അലാം സെറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യുക, ബർത്ത്ഡേ റിമൈൻഡർ സെറ്റ് ചെയ്യുക, അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴൂടെ ആ കൂടെ ഡൈനാമിക് ആയി. പക്ഷെ ആക്റ്റീവ് അല്ല. എപ്പോഴും ആക്റ്റീവ് ആവുക, ആ ടൈമും ആ ഡേറ്റും കറക്റ്റ് ആയി വരുമ്പോൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഇപ്പൊ നമ്മൾ സ്നൂസ് ചെയ്താണ് നോട്ടിഫിക്കേഷൻ, അലാം നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു, അത് സ്നൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് വരെ റണ്ണിങ് ആണ്. കൂടെ അപ്പോൾ റണ്ണിങ് ആണ്, 10 മിനിറ്റ് വരെ അത് റണ്ണിങ് ആണ്. ആ 10 മിനിറ്റ് വരെ റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് മോഡിലാണ്. അത് ആക്റ്റീവ് ആയപ്പോഴാണ് ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് എന്തായി, ആക്റ്റീവ് ആയി. അപ്പൊ വീണ്ടും ആ ഇന്റന്റ് അവിടെ വർക്ക് ചെയ്തു. ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത പെൻഡിങ് ഇന്റന്റ്. മെത്തേഡ്സ് നോക്കിയേ. പെൻഡിങ് ഇന്റന്റ് ഡോട്ട് ഗെറ്റ് ആക്ടിവിറ്റി അല്ലെ. നമുക്ക് ആക്ടിവിറ്റിയിലെ കണ്ടന്റ് ആക്സസ് ചെയ്യാണ്. 3 ടൈപ്പ് ആക്സസിംഗ് ഇല്ലേ, അല്ലെ. ഫസ്റ്റ് ആക്സസിംഗ് ആണ് പെൻഡിങ് ഇന്റന്റ്. ആ പെൻഡിങ് ഇന്റന്റ് ഡോട്ട് ഗെറ്റ് ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി റൺ ചെയ്യുന്ന കണ്ടന്റ്. ഇന്റന്റ് ദാറ്റ് സ്റ്റാർട്ട് ആൻഡ് ആക്ടിവിറ്റി, സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും ആക്ടിവിറ്റിന്റെ കണ്ടന്റ് വർക്ക് ചെയ്യിപ്പിക്കാനാണ് ഗെറ്റ് ആക്ടിവിറ്റി ആണ് യൂസ് ചെയ്യാൻ മെത്തേഡ്സ്. സെക്കൻഡ് മെത്തേഡ് പെൻഡിങ് ഇന്റന്റ് ഡോട്ട് ഗെറ്റ് സർവീസ് അല്ലെ. രണ്ടാമത്തെ മെത്തേഡ് സർവീസിന് വേണ്ടിയിട്ടാണ്. സർവീസ് ആക്സസ് ചെയ്യാൻ ആൻഡ് ഇന്റന്റ് ദാറ്റ് സ്റ്റാർട്ട് ആൻഡ് സർവീസ്, സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. 2 മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഗെറ്റ് സർവീസ് എന്നുള്ള കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് സർവീസസ് പെൻഡിങ് ഇന്റന്റ് ആക്സസ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഗെറ്റ് ബ്രോഡ്കാസ്റ്റ് ആണ് ഈ മെത്തേഡ് ഉപയോഗിച്ച്. പെൻഡിങ് ഇന്റന്റ് ഡോട്ട് ഗെറ്റ് ബ്രോഡ്കാസ്റ്റ് യൂസ് ചെയ്യുക. ആൻഡ് ഇന്റന്റ് ദാറ്റ് സ്റ്റാർട്ട് ആൻഡ് ബ്രോഡ്കാസ്റ്റ് റിസീവർ, മെസ്സേജ് ഒന്നിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ്, മെസ്സേജ് മാത്രമല്ല ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകളെല്ലാം ഈ രൂപത്തിൽ പെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പെൻഡിങ് ഇന്റന്റ് ഡോട്ട് ഗെറ്റ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ അല്ലേ. പിന്നെ എക്സാമ്പിൾ നോക്കി. അലാം, കാലണ്ടർ നോട്ടിഫിക്കേഷൻ, റിമൈൻഡേഴ്സ്, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസ് പറഞ്ഞത്. കാലണ്ടർ നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷനിലെല്ലാം വരും കേട്ടോ. നോർമലി റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യുന്നത്, ബർത്ത്ഡേ റിമൈൻഡർ, മീറ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്, മാരേജ് ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. എല്ലാം ആ ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഡൈനാമിക് ആയി. പിന്നെ അത് വരുന്ന എന്താണ്, ആക്റ്റീവ് ആവുക. എപ്പോഴും ആക്റ്റീവ് ആവുക, ഇതേ സമയം ഇതേ രൂപത്തിൽ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് അത് എപ്പോഴാണ് ഈ വർക്ക് ചെയ്യുന്നത്, ആ സമയത്ത് അത് ആക്ടിവേറ്റ് ആയി വരും. സോ ഞാൻ പെൻഡിങ് ഇന്റന്റ് എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ. And the last one, action pick and get content. ഇത് രണ്ട് മെത്തേഡ്സ് ആണ്. ആക്ഷൻ പിക്ക്, ഇറ്റ് ഈസ് എ ജനറിക് ആക്ഷൻ ഹെൽപ്സ് ടു പിക്ക് ആൻ ഐറ്റം ഫ്രം ദ ഡാറ്റാ സോഴ്സ്. ഡാറ്റാ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിലെ കണ്ടന്റ് ആണ്. ആ ഡാറ്റാബേസിലെ കണ്ടന്റിൽ എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ഐറ്റം പിക്ക് ചെയ്യാം. ഒരു കണ്ടന്റ് പിക്ക് ആൻ ഐറ്റം എന്നാണ്, ഒരു കണ്ടന്റ് പിക്ക് ചെയ്യാം. ബിഫോർ സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി ദാറ്റ് പ്ലേസ് ആൻ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ടിന് മുമ്പായി തന്നെ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അലോ ദ യൂസർ ടു പിക്ക് വൺ ഐറ്റം ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. കണ്ടോ, ഒരു ഐറ്റം, ആ ലിസ്റ്റ് ഓഫ് ഐറ്റംസിൽ നിന്ന് ഒരു ഐറ്റം മാത്രം പിക്ക് ചെയ്തെടുക്കുക. അതിനാണ് ആക്ഷൻ പിക്ക് എന്നാണ് കണ്ടന്റ് വരുന്നത്. നോക്കിയാൽ ആക്ഷൻ ഗെറ്റ് കണ്ടന്റ്. നെക്സ്റ്റ് വൺ ആക്ഷൻ പിക്ക്, ആക്ഷൻ ഗെറ്റ് കണ്ടന്റ്. ഇതും ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്ന സിമിലർ ടു ആക്ഷൻ പിക്ക്, ബട്ട് യൂസർ ടു സെലക്ട് a particular kind of data and return it.
പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡാറ്റ. ഡാറ്റ എന്നാ പറഞ്ഞത്. അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടായിരിക്കും അതിൽ. ഈ മൾട്ടിപ്പിൾ ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിന്. അതുകൊണ്ടാണ് ഗെറ്റ് കണ്ടന്റ്. ഒരു കണ്ടന്റ് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആക്ഷൻ പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരെണ്ണം നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു മെത്തേഡാണ് പറഞ്ഞത്. ഓക്കെ. ആക്ടിവിറ്റി വിൽ റിട്ടേൺ വിത്ത് എ പീസ് ഓഫ് ഡാറ്റ സെലക്ടഡ് ബൈ ദ യൂസർ. അപ്പം യൂസർ സെലക്ട് ചെയ്ത ഡാറ്റ പിക്ക് ചെയ്യുക. അത് ഒരു ഡാറ്റ, ഒരു കണ്ടന്റ് ആയിരിക്കാം, രണ്ടെണ്ണം ആയിരിക്കാം, മൂന്നെണ്ണം ആയിരിക്കാം. മൾട്ടിപ്പിൾ ഡാറ്റ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ലിസ്റ്റ്, ഒരു ലിസ്റ്റിൽ മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് മൾട്ടിപ്പിൾ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തായിരിക്കും, പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡാറ്റ, അതായിരിക്കും കണ്ടന്റ് വരിക. ഓക്കെ. ഇറ്റ് യൂസസ് മൈം. മൈം എന്ന് പറഞ്ഞാൽ അറിയില്ല, പ്രോട്ടോകോൾ. ഏതാ, മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ, അല്ലെ, മൾട്ടിമീഡിയ. അത് യൂസ് ചെയ്യുന്ന കണ്ടന്റ് മൈം. മൾട്ടിമീഡിയ പർപ്പസിലെ കൺസെപ്റ്റ് ആണ്. അത് എല്ലാ മൾട്ടിമീഡിയ കണ്ടന്റുകളെല്ലാം വരും. ഓക്കെ. അപ്പൊ ഇതിലാണ് ആക്ഷൻ പിക്ക് ആൻഡ് ഗെറ്റ് കണ്ടന്റ്. അപ്പൊ ഈ ആക്ഷൻ പിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസസിൽ ഒരു ഡാറ്റ മാത്രം നമുക്ക് പിക്ക് ചെയ്യാം. കോംബോ ബോക്സ് കണ്ടല്ലോ അല്ലെ, സെലക്ട് ബോക്സ് അല്ലെങ്കിൽ കോംബോ ബോക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് അതിൽ നിന്ന് ഒന്നേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റേഡിയോ ബട്ടൺസ്, റേഡിയോ ബട്ടൺ എന്ന കേസസ് ഉണ്ടാവും. റേഡിയോ ബട്ടൺ, അപ്പൊ റേഡിയോ ബട്ടണിൽ മൾട്ടിപ്പിൾ ബട്ടൺസ് ഉണ്ടായിരിക്കും. റേഡിയോ ബട്ടണിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഒന്നേ പിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ആക്ഷൻ പിക്ക് എന്ന് പറയുന്നത്. ഗെറ്റ് കണ്ടന്റ് നമുക്ക് പറയാം മൾട്ടിപ്പിൾ ഡാറ്റ ലിസ്റ്റ് ഐറ്റംസ്, അല്ലെ. ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺട്രോൾ ഉണ്ടാവും. ആ ലിസ്റ്റ് കൺട്രോളിൽ മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ടായിരിക്കും. നമുക്ക് എത്ര നമുക്ക് ക്ലിക്ക് ചെയ്ത് കണ്ട് ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ ചെക്ക് ബോക്സ്, ചെക്ക് ബോക്സ് രൂപയിലുണ്ടാവും അല്ലെ, ചെക്ക് ബോക്സ് ഐറ്റംസിൽ. അപ്പൊ അതിൽ മൾട്ടിപ്പിൾ ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കാം ഞാൻ. അപ്പൊ അതിൽ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ടിക്ക് കൊടുക്കാം, ആക്സസ് ചെയ്യാം. അപ്പൊ ആ ഒരു കണ്ടന്റ് യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ് കണ്ടന്റ്. നമുക്ക് ഗാലറിയിൽ നിന്നൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യല്ലേ, പീസ് ഓഫ് ഇവിടെ പറഞ്ഞല്ലോ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡാറ്റ. അപ്പൊ നമുക്ക് ഗാലറി ഓപ്പൺ ആയി കുറെ വീഡിയോസ് നമുക്ക് സെൻഡ് ചെയ്യാൻ വിചാരിക്കാം. ആ വീഡിയോസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് സെൻഡ് ഓപ്ഷൻ കൊടുത്തു. അപ്പൊ എല്ലാ വീഡിയോസും മാത്രം നമുക്ക് ക്ലിക്ക് ചെയ്ത് വിടാം. അപ്പൊ കൈൻഡ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇമേജ് ഓപ്പൺ ആക്കുക. അപ്പൊ ഇമേജ് ഫയൽ മാത്രം. അപ്പൊ നമുക്കൊരു അപ്ലോഡ് എന്നൊരു വെബ്സൈറ്റിൽ കാണാൻ പറ്റൂല്ലേ, ഒരു നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ബ്രൗസ് എന്നൊരു ബട്ടൺ ഉണ്ടായിരിക്കാം. ഇത് നമുക്ക് ഫോട്ടോ റെഡ്യൂസ് ചെയ്യാൻ, ഒരു ഫോട്ടോയുടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുന്ന ഒരു വിൻഡോ വന്നു. ആ വിൻഡോയിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു വിൻഡോ വരും. അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്നത് ആ ഒരു ഫോൾഡറിനകത്ത് എല്ലാ ഫോട്ടോസ് മാത്രമേ കാണിക്കുള്ളൂ. അതിൽ വീഡിയോ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേർഡ് ഫയൽ ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ഫയലുകൾ ഉണ്ടായിരിക്കും. അതൊന്നും അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ല. ഓൺലി JPG, PNG, ബിറ്റ്മാപ്പ് അങ്ങനെയുള്ള ഇമേജ് ഫയൽ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുള്ളൂ. അപ്പൊ അത്തരം ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡാറ്റയിൽ നിന്ന് മൾട്ടിപ്പിൾ ഡാറ്റ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ആക്ഷൻ ഗെറ്റ് കണ്ടന്റ്. പേര് പോലെ പിക്ക് ചെയ്യണമെന്ന് പിക്ക് ചെയ്തിരിക്കുക. ഗെറ്റ് കണ്ടന്റ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കണ്ടന്റ് ആണ്. കണ്ടന്റിൽ ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കണ്ടന്റ് നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പൊ ഇതിലാണ് അതിന്റെ ഡിഫറൻസ്, ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. രണ്ടും ഒരു മെത്തേഡ്സ് ആണ് കേട്ടോ, ആൻഡ്രോയിഡിലുള്ള മെത്തേഡ്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതോടുകൂടെ നമ്മളെ ഒരു സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞുള്ള പോർഷൻ യൂസർ ഇന്റർഫേസ് ഡെവലപ്മെന്റ്, UI ഡെവലപ്മെന്റ്. ആൻഡ്രോയിഡിന്റെ ആക്ടിവിറ്റി യൂസർ ഇന്റർഫേസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള പഠിക്കാം. ഓക്കെ, താങ്ക് യു.